പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ആദ്യം ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റ് SITയുടെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് നടന്നത്. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണ കവർച്ച നടത്തിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നാണ് SITയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഡി ബിനോയ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഡി ബിനോയ്, ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണം മുന്നോട്ട് പോയി അവസാനം ഈ താന്ത്രിക വിഭാഗത്തിലെ അല്ലെങ്കിൽ താഴമൺ മഠത്തിലേക്ക് വരെ അറസ്റ്റ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? പത്മകുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പല ആവർത്തി പറഞ്ഞതാണ്, ദൈവതുല്യരായ ചില ആളുകൾക്കും ഇതുമായി ബന്ധമുണ്ട്, അവരെ കൂടി ഇതിൽ ചോദ്യം ചെയ്യണം എന്ന ഒരു നിർദ്ദേശം പത്മകുമാർ നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം 2006, 2007 കാലഘട്ടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് ഈ തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്നായിരുന്നു പത്മകുമാറിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. മാത്രവുമല്ല, താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്നും പത്മകുമാർ പല പ്രാവശ്യം അന്വേഷണ സംഘത്തിന് മൊഴി നൽകി എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന മറ്റൊരു വിവരം. അതായത് ഈ സമയത്ത് തന്ത്രി കണ്ഠരര് രാജീവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി നൽകിയത് ഒരു പ്രായോജകനാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് താല്പര്യമുള്ള ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യവസായിയാണ്. ഇദ്ദേഹത്തിൻ്റെ വ്യവസായത്തിൽ 3 പാർട്ട്ണർമാരും ശബരിമല അയ്യപ്പൻ അതിലെ 4ാമത്തെ പാർട്ട്ണറുമാണ് എന്ന തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് കണ്ഠരര് രാജീവരെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് പത്മകുമാർ മൊഴിയും നൽകിയിട്ടുള്ളതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യം നേരത്തെ തന്നെ രാജീവരെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിരുന്നു. അന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് രാവിലെയാണ് ചെങ്ങന്നൂരെ താഴമൺ മഠത്തിൽ നിന്നും രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം കൂട്ടിക്കൊണ്ടുവന്ന ഒരു രഹസ്യ സംഘത്തിൽ വെച്ച് ഏകദേശം 4 മണിക്കൂറോളം ചോദ്യം ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ള ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എത്തിയിരിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുക. മാത്രവുമല്ല, അല്പസമയത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിനെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുവരും. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന സമയം മുതൽ തന്നെ പല ആവർത്തി തന്ത്രിയിലേക്ക് ഈ ചില സംശയങ്ങൾ വിരൽ ചൂണ്ടപ്പെട്ടിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ഈ തന്ത്രി നൽകിയ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് 2019 ഈ സ്വർണ്ണപ്പാളികൾ അന്ന് ചെമ്പ് തകിടിലെ സ്വർണ്ണാളികൾ വീണ്ടും മിനുക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയതെന്നായിരുന്നു പത്മകുമാർ നൽകിയ മൊഴി. അങ്ങനെ അന്ന് കണ്ഠരര് രാജീവർ നൽകിയ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇടനിലക്കാരനായി എത്തുകയും ഇത് പിന്നീട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അതായത് സാധാരണഗതിയിൽ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ ആണ് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. പ്രത്യേകിച്ചും ശ്രീകോവിലുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഏതെങ്കിലും ആണെങ്കിൽ അത്തരത്തിൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ അറ്റകുറ്റപ്പണികൾ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തുന്നതിന് പകരം അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് വിവാദമായിരുന്നു. അത്തരത്തിൽ ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ ശബരിമലയുടെ ആ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അനുമതി നൽകേണ്ടത് തന്ത്രിയാണ്. തന്ത്രിയുടെ അനുമതി കൂടി ലഭിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അന്ന് ഇത്തരത്തിൽ ഈ സ്വർണം പൂശിയ ചെമ്പുപാളികൾ, ദ്വാരപാലകത്തിലെ ചെമ്പുപാളികൾ പുറത്തേക്ക് കൊണ്ടുപോയെന്ന് അന്ന് തന്നെ സംശയം ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് പല ആവർത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO-യും ഒക്കെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ തന്നെയും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ 2 പ്രാവശ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിനൊടുവിലാണ് കണ്ഠരര് രാജീവരിലേക്കുള്ള സംശയത്തിൻ്റെ നിഴലുകൾ എത്തിച്ചേർന്നിരുന്നത്. പ്രത്യേകിച്ചും ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ ഒരു കീഴ്ശാന്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും കണ്ഠരര് രാജീവരാണെന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, ഈ കീഴ്ശാന്തി മഠത്തിൽ എത്തുന്നതിന് മുമ്പ് ബംഗളൂരുവിലെ ജലഹള്ളി എന്ന അയ്യപ്പ ക്ഷേത്രത്തിലെ ഒരു സാധാരണ പൂജാരിയായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ തന്നെ കണ്ഠരര് രാജീവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം ഈ ശബരിമല തന്ത്രി രാജീവരെ
ബംഗളൂരുവിലെത്തി പൂജകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു അവസരം എന്ന നിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സന്നിധാനത്തെ കീഴ്ശാന്തിയുടെ ഒപ്പം തന്നെ ഒരു പരികർമ്മിയായി ഒത്തുചേരാനും ജോലി ചെയ്യാനും അവസരം ഒരുക്കി കൊടുക്കുന്ന പിന്നീട് പ്രധാന പൂജകളിലൊക്കെ തന്നെ തന്ത്രിക്കൊപ്പം ശബരിമല ശ്രീകോവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തന്ത്രിക്ക് നിർണായകമായ ചില പങ്കുകൾ ഉണ്ട്. പ്രത്യേകിച്ചും ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ 2019 പുറത്തു കൊണ്ടുപോയതിന് പിന്നിൽ അന്ന് അനുമതി നൽകിയത് വലിയ തരത്തിലെ സംശയങ്ങൾ ജനിപ്പിക്കുന്നു. എങ്ങനെയാണ് ഒരു മുഖ്യ പ്രായോജകനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനിടയിലേക്ക് കടന്നു വന്നത്? ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സ്പോൺസറായി മാറപ്പെട്ടു? ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ തരത്തിലുള്ള സംശയം പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. ആ സംശയത്തിൽ നിന്നും നിരവധി തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴാണ് തന്ത്രിയുടെ പങ്കിനെ കുറിച്ച് ഒരു വ്യക്തത ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. താൻ ഈ ചെമ്പ് പാളികൾ സ്വർണം പൂശി മിനുക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല. പകരം അത് മിനുക്കണം എന്ന് മാത്രം നിർദ്ദേശം നൽകി അത് പുറത്തു പോകാൻ അനുമതിയില്ല എന്നൊക്കെ അന്ന് പറഞ്ഞു ഒഴിഞ്ഞിരുന്നെങ്കിൽ തന്നെയും പിന്നീട് പല ആവർത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരര് രാജീവരുമായിട്ടുള്ള ബന്ധവും ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇടയായ സാഹചര്യം അത് ബംഗളൂരുവിലും ഒപ്പം തന്നെ ചെന്നൈയിലുമൊക്കെ ദർശനത്തിന് വെച്ച് പൈസ പിരിച്ച ഇടയാക്കിയ സാഹചര്യം, ഒപ്പം ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് പല ആവർത്തി പൂജയ്ക്കും അതുപോലെ തന്നെ അന്നദാനത്തിനുമൊക്കെ പൈസ നൽകിയ സംഭവങ്ങൾ ഇതുമായിട്ടൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരര് രാജീവരുമായി ഏതെങ്കിലും തരത്തിലെ ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. എന്നാൽ ചില കേസുകളിലൊക്കെ അന്വേഷണം ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ ഇടപാടുകളെക്കുറിച്ചുള്ള ചില രേഖകൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നു. അതിൽ കൂടി വ്യക്തത വരുത്തിയതിനു ശേഷമാണ് ഇന്ന് രാവിലെ തന്ത്രി രാജീവരെ താഴമൺ മഠത്തിൽ നിന്നും ചെങ്ങന്നൂരിലുള്ള താഴമൺ മഠത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് ഏകദേശം ഒരു രഹസ്യസംഘത്തിൽ 4 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിന് ഒടുവിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യപരിശോധനയ്ക്കായി ഇദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോയി അതിനുശേഷം കൊല്ലം കോടതിയിൽ ഹാജരാക്കും. ഒരു പക്ഷേ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞോ മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്. എന്തായാലും കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ പ്രധാന ആൾ, അതായത് പിതൃതുല്യൻ എന്നാണ് തന്ത്രിയെ തന്നെ പരാമർശിക്കപ്പെടുന്നത്. അങ്ങനെ പിതൃതുല്യനായ ആളാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ശബരിമല അല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലെയും തന്ത്രിമാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രമുഖരോ ഒന്നും തന്നെ അറസ്റ്റിലായ സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ഒരു വലിയ സംഭവമായി തന്നെ മാറപ്പെടുകയാണ്. കാരണം ഒരു ശബരിമല പോലെ ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ ഇങ്ങനെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുമൊക്കെ അറസ്റ്റിലാവുകയാണ്. ഈ സംഭവം നേരത്തെ തന്നെ പല ആവർത്തി ഈ ബന്ധങ്ങളെക്കുറിച്ച് വിരൽ ചൂണ്ടുന്ന തരത്തിൽ നേരത്തെ അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാർ പല ആവർത്തി പറഞ്ഞിരുന്നു. ചില ദൈവതുല്യരായ മനുഷ്യരുണ്ട് എന്നും അവർക്കുള്ള പങ്കിനെ കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെ പരസ്യമായി വിളിച്ചു പറഞ്ഞിരുന്നു. മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ജാമ്യഹർജിയായി പരിഗണിച്ച വേളയിലും പത്മകുമാർ ഇത്തരം വിവരങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. ദൈവതുല്യരായ മനുഷ്യരെ ചോദ്യം ചെയ്യണം, അവർക്ക് ഇതിനകത്ത് നിർണായകമായ പങ്കുണ്ട് എന്ന് പത്മകുമാർ പല ആവർത്തി പറഞ്ഞിരുന്നു. എന്തായാലും കേസിന്റെ നിർണായകമായ ചില വഴിത്തിരിവുകളിലേക്ക് നീങ്ങിയിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. പ്രസാദ് കാളിദാസ്. ഡി ബിനോയ്, എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാ 2 കാര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ നിലവിലൊരു സംശയമുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. അത് ഡി ബിനോയ് തന്നെ സൂചിപ്പിച്ച് പോയിരുന്നു. കാരണം നേരത്തെ ഈ തന്ത്രി കണ്ഠരര് രാജീവർ ഈ മൊഴി കൊടുത്തതിനനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കീഴ്ശാന്തി എന്നുള്ള നിലയ്ക്കാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാവുന്നത്. ഒപ്പം പിന്നീട് പ്രായോജകൻ എന്നുള്ള നിലയ്ക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി വളരുന്നു. ആ നിലയ്ക്കും അറിയാമെന്നുള്ളതാണ്. അതാണ് സംശയമുള്ളിൽ നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ പുതുക്കാൻ അല്ലെങ്കിൽ അത് നവീകരിക്കാനുള്ള അനുമതി നൽകി, പക്ഷേ അത് പുറത്ത് കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയില്ല. ഇത്തരത്തിലായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര് മൊഴി നൽകിയിരുന്നത്. പക്ഷേ എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു SIT എന്നുള്ളതാണ്. ഇതിൽ എൻ്റെ ചോദ്യം വരുന്നത് ഡി ബിനോയ്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് CEO സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുമായും ഗോവർദ്ധനുമായും ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായും അടുത്ത ബന്ധമുണ്ടെന്നുള്ളത് SIT നേരത്തെ കണ്ടെത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രി
കണ്ഠര് രാജീവരുമായി ഇത്രയും ബന്ധമുണ്ടെന്ന് കണ്ടെത്തുന്ന ഒരു അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇവരിലേക്കും കൂടി ഈ തന്ത്രി കണ്ഠര് രാജീവരുടെ ബന്ധങ്ങൾ എത്തിയേക്കില്ല എന്നുള്ള കാര്യങ്ങൾ കൂടിയില്ലേ? അത്തരത്തിലുള്ള സൂചനകളൊക്കെ ലഭിച്ചിരിക്കണം പ്രത്യേക അന്വേഷണ സംഘത്തിനെന്ന് മനസ്സിലാക്കാം അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ഠര് രാജീവര് സാധാരണഗതിയിൽ ശബരിമല ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ഇല്ലാത്ത അവസരങ്ങളിൽ ബംഗളൂരു, ചെന്നൈ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് വെളിയിലുമൊക്കെ ഈ അയ്യപ്പ ഭക്തർ ക്ഷണിക്കുന്നതനുസരിച്ച് പൂജയ്ക്ക് പോകുന്ന പതിവുണ്ട്. അത്തരത്തിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടത്തുന്ന പൂജകളിലൊക്കെ ഗോവർദ്ധൻ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോവർദ്ധനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു സ്വർണ്ണ വ്യാപാരി മാത്രമല്ല, ശബരിമല സന്നിധാനത്ത് വലിയ തരത്തിൽ അന്നദാനത്തിനായാലും പുഷ്പാലങ്കാരത്തിനായാലും ഒക്കെ തന്നെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ്. ഈ ഗോവർദ്ധനും കണ്ഠര് രാജീവരും തമ്മിൽ പരിചയത്തിലാവുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ്. അതായത് 2006 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരു സാധാരണ പരികർമ്മിയായി എത്തപ്പെടുന്നു. അങ്ങനെ പരികർമ്മിയായി വരുന്നത് ബംഗളൂരുവിലെ ജലഹള്ളിയിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ്. അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്നത് തന്ത്രി കണ്ഠര് രാജീവരാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്ന ഏറ്റവും പ്രസിദ്ധമായ വിവാദം. ആ വിവാദത്തിന് തൊട്ടു പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2019 വരെയുള്ള വളർച്ച വളരെ വേഗത്തിലായിരുന്നു. പല ചിത്രങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ചിത്രങ്ങളിലൊക്കെ കണ്ഠര് രാജീവരുടെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് വെക്കുന്നേ ഉള്ളൂ, പറഞ്ഞോളൂ. തീർച്ചയായും. അപ്പോൾ ഈ 2019 2006 ഇടയ്ക്ക് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പൂജാ ചടങ്ങുകളിലൊക്കെ തന്നെ ഒരു കീഴ്ശാന്തിയുടെ മഠത്തിലുള്ള ഒരു പരികർമ്മി എന്ന നിലയ്ക്ക് ശ്രീകോവിലിനകത്ത് കയറുകയും പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്ത ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ ഒരു ശ്രീകോവിലിനകത്ത് പൂജയ്ക്ക് കയറണം എന്നുണ്ടെങ്കിൽ കൃത്യമായും ആ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ചുമതലക്കാരൻ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക വിദ്യ നടത്തുന്ന ആൾ എന്ന നിലയ്ക്ക് തന്ത്രി കണ്ഠര് രാജീവര് അനുമതി നൽകണം. അത്തരത്തിൽ ഈ കേവലം ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രം പൂജ ചെയ്ത് പരിചയമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ശബരിമല പോലുള്ള ഒരു മഹാക്ഷേത്രത്തിൽ തന്ത്രിക്കും മേൽശാന്തിക്കുമൊപ്പം പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കടന്നു കയറി എന്നുള്ളതായിരുന്നു SITയുടെ ആദ്യ സംശയം. അവിടെ തുടങ്ങിയ അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളുമാണ് ഇപ്പോൾ തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധാരണഗതിയിൽ ഈ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട എത്തപ്പെടുന്ന പ്രായോജകരിൽ പലരും തന്ത്രിയെ നേരിട്ട് കാണുകയും അവിടെ എത്തി പ്രസാദം വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് തന്ത്രിക്ക് അല്ലെങ്കിൽ തന്ത്രി ശബരിമല ക്ഷേത്രത്തിനോട് സമീപത്ത് ചേർന്നുള്ള ഒരു മുറിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ആ മുറിക്കകത്തേക്ക് 2-3 മുറികളുണ്ട്. അതിൽ ഒരു മുറിയിൽ മാത്രമാണ് അയ്യപ്പ ഭക്തർക്ക് പ്രവേശനമുള്ളത്. പ്രധാനപ്പെട്ട മുറിയിലേക്ക് പലപ്പോഴും പ്രായോജകരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളും മാത്രമേ കടന്നു ചെല്ലാറുള്ളൂ. ആ മുറിയിൽ എത്തുന്നത് ഇത്രയും വളരെ വേണ്ടപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും. അത്തരത്തിൽ ആ മുറിയിൽ പോലും എത്തി കാര്യങ്ങൾ സംസാരിക്കാനുള്ള അനുമതി ഗോവർദ്ധനുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഗോവർദ്ധനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണനും ഗോവർദ്ധനും ചേർന്ന് നടത്തിയിട്ടുള്ള സ്വർണ്ണക്കൊള്ളയ്ക്കും ഒപ്പം തന്നെ അവിടെ നിന്ന് സ്വർണം അടിച്ചു മാറ്റിയതിനും കൃത്യമായ ഒരു പങ്ക് അല്ലെങ്കിൽ അതിന് അനുമതി നൽകിയത് ശബരിമല തന്ത്രി കണ്ഠര് രാജീവരാണ് എന്ന തരത്തിലേക്ക് ഒരു അന്വേഷണം എത്തുകയും ആ അന്വേഷണം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ പല ആവർത്തി ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടായിരുന്നു. അത് പല ആവർത്തി തന്നെ പത്മകുമാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളതുമാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായോജകർ എന്ന് പറയുന്ന വേഷം കെട്ടി വരുന്ന ആളുകളൊക്കെ തന്നെ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ എത്തുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും തന്ത്രിമാരുമായും അടുത്ത ബന്ധവും സൗഹൃദവും ഉള്ളവരായിരിക്കും. ഇവരെ തങ്ങളിൽ കൂട്ടിബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി പ്രവർത്തിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 2019 ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഏകദേശം 39 ദിവസത്തെ കാലവിളംബം അല്ലെങ്കിൽ കാലതാമസം ഉണ്ടായി തിരിച്ചു കൊണ്ടുവരുവാൻ അതിനിടയ്ക്ക് ഇത് വിവിധ സ്ഥലങ്ങളിൽ ദർശനത്തിനായി വെക്കുകയും ഇതുവഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടങ്ങുന്ന സംഘം പണപ്പിരിവ് നടത്തിയെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പണപ്പിരിവിന് ഒത്താശ ചെയ്തു കൊടുത്തത് തന്ത്രിയായിരിക്കും എന്ന തരത്തിലും മറ്റൊരു സംശയം ഉയർന്നു നിൽപ്പുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ വിധത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതും ഒപ്പം ഇപ്പോൾ അറസ്റ്റായി മാറിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ശരിക്കും ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ താന്ത്രിക വിഭാഗവും
ഭരണവിഭാഗവുമുണ്ട്. അപ്പോൾ ഈ തന്ത്രിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് അവിടുത്തെ ഈ പൂജാതി കർമ്മങ്ങളും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മറ്റ് കർമ്മങ്ങളിലുമൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ പുറത്തേക്ക് വിടുന്നതിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്കായി പുറത്തേക്ക് വിടുന്നതിനെ സംബന്ധിച്ച് തന്ത്രിക്ക് അവിടെ ഒരു റോളുമില്ല എന്നുള്ളതാണ്. കാരണം ഈ ഭരണവിഭാഗത്തിൽ വലിയ ഇടപെടൽ തന്ത്രിക്ക് നടത്താനാവില്ല. അത് താന്ത്രിക വിഭാഗത്തിലായിരിക്കണം ഏറ്റവും കൂടുതൽ തന്ത്രിക്ക് റോൾ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പുറത്തേക്ക് കടക്കുമ്പോൾ പോലും തന്ത്രിയാണ് ഇതിന് അനുമതി നൽകിയതെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയ ഗുരുതരമായ ഒരു കുറ്റമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതും കൂടിയല്ലേ? അല്ല, സാധാരണഗതിയിൽ ശബരിമല ശ്രീകോവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുമായോ ബന്ധപ്പെട്ട് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ താന്ത്രിക വിധി പ്രകാരം അതിൻ്റെ പിതൃസ്ഥാനീയനോ അല്ലെങ്കിൽ പ്രധാന വൈദിക സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പ്രധാന സ്ഥാനങ്ങളിലുള്ള ആളോ അതിന് അനുമതി നൽകണം. അത്തരത്തിൽ ഒരു അനുമതി ഈ ചെമ്പ് പൊതിഞ്ഞ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ പുറത്തു കൊണ്ടുപോകാൻ തന്ത്രി കണ്ഠരര് നൽകി എന്നുള്ളതാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു കണ്ടെത്തൽ. ശരി, അത് രാജീവർ അംഗീകരിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ മൊഴി നൽകിയപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് തന്ത്രി രാജീവർ തള്ളുന്നൊരു സാഹചര്യമാണ് കണ്ടത്. കാരണം അവിടെ മാത്രം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് സമ്മതം കൊടുത്തിട്ടില്ല. അവിടെ വെച്ച് അറ്റകുറ്റപ്പണി നടത്താം എന്നുള്ള ഒരു മൊഴിയായിരുന്നു നേരത്തെ കൊടുത്തെന്ന് തോന്നുന്നു അല്ലേ? അതെ, അതായത് ക്ഷേത്ര പരിസരത്ത് വെച്ച് ശ്രീകോവിലിന് സമീപത്ത് വെച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷം തിരിച്ച് വയ്ക്കണം എന്ന തരത്തിലുള്ള അനുമതിയാണ് നൽകിയെന്നാണ് ആദ്യഘട്ടത്തിൽ രാജീവർ നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴി SIT മുഖവിലേക്ക് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും പിന്നീടാണ് 2019 മാർച്ച് മാസത്തിൽ ഈ അജണ്ട രസീതിൽ മാറ്റം വരുത്തിയതിൻ്റെ പേരിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതായത് കൃത്യമായി ഈ സ്വർണ്ണപാളി ചെമ്പ് പൊതിഞ്ഞ പാളികൾ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് അനുമതി നൽകിക്കൊണ്ടുള്ള അജണ്ട രസീത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഒപ്പം വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്തു. FIRകളും പ്രതികളുടെ അടക്കമുള്ള മൊഴിപ്പകർപ്പുകളും കൊല്ലം ഇഡിക്ക് നൽകാൻ നേരത്തെ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കേസെടുത്തിരിക്കുകയാണ്. കേസിൽ ECIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം പോലീസിനെ സംബന്ധിച്ച് FIR